ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാനിതാ കുറേ ദിവസങ്ങൾക്ക് ശേഷം ഒരു അടിപൊളി ചമ്മന്തി ആയിട്ടോ വന്നിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഈ സിമ്പിൾ ചമ്മന്തി അങ്ങനെ ഉണ്ടാക്കുന്ന നോക്കാം. ഈ രീതിയിൽ ഉണ്ടാക്കിയിട്ടുള്ളവരുണ്ടാവും. അതിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഇതാ ഈ ഒരു കപ്പിന് ഒരു ചെറിയ മീഡിയം സൈസിൽ വലിയുള്ളി അരിഞ്ഞിട്ടുണ്ട്, പിന്നെ ഒരു തക്കാളി, കുറച്ച് തേങ്ങ, പിന്നെ വറ്റൽമുളക് 3 എടുത്തിട്ടുണ്ട്, പിന്നെ ഒരു ചെറിയ നെല്ലിക്ക സൈസിൽ പുളി എടുത്തിട്ടുണ്ട്, പിന്നെ 1.5 ടീസ്പൂൺ മുളക് പൊടി എടുത്തിട്ടുണ്ട്, പിന്നെ നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പ്. ഇത്ര ഇൻഗ്രീഡിയൻസ് കൊണ്ടാട്ടോ നമ്മൾ ചമ്മന്തി ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കാത്തവരൊന്ന് ഉണ്ടാക്കി നോക്കുക. നമ്മൾ മധുരം ഇട്ടിട്ട് ശർക്കര ഒക്കെ ഇട്ടിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്, ഇങ്ങനെ ആദ്യമായിട്ട് ഉണ്ടാക്കാൻ കേട്ടോ. അപ്പോൾ അതാ ഫസ്റ്റ് എന്നൊരു പാൻ അടുപ്പത്ത് വെച്ചു. അതിലേക്ക് ഇതാ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചെടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ നേരത്തെ അരിഞ്ഞ് വെച്ച വലിയുള്ളി എടുത്തിട്ട് ഒന്ന് വഴറ്റി കൊടുക്കാം. നല്ല ടേസ്റ്റാണ് കേട്ടോ. രാവിലെ പിന്നെ മോർണിംഗിന് അപ്പത്തിനും എല്ലാത്തിനും പറ്റിയ ചമ്മന്തിയാണ്, ചോറിനൊക്കെ പറ്റിയ ചമ്മന്തിയാണ് കേട്ടോ, ദോശക്കൊക്കെ. ഇപ്പോൾ അതാ വലിയുള്ളി ഏകദേശം വഴന്നതിന് ശേഷം ഞാൻ ആ ഒരു തക്കാളി അതിലേക്ക് ഇട്ടുകൊടുത്തു. ഞാൻ ഒന്ന് വഴന്ന് വരട്ടെ. അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കാത്തവരൊന്ന് ഉണ്ടാക്കി നോക്കുക. അപ്പോൾ ഇതിന് മുന്നേ ഞാൻ ഇട്ടിട്ടുണ്ട് ശർക്കര ഒക്കെ ഇട്ടിട്ട്, ഇത് ശർക്കര ഇടാതെ. അപ്പോൾ നമ്മൾ നേരത്തെ എടുത്ത് വെച്ച വറ്റൽമുളക് അതിലേക്ക് ഒരു 3 ഇട്ടുകൊടുത്തു. നല്ലോണം വഴറ്റിയെടുക്കുക നമുക്ക്. ഇനി അടുത്തത് ആഡ് ചെയ്യേണ്ടതെന്ന് നോക്കുക. ഉപ്പ് ആവശ്യത്തിന്, ഉപ്പൊക്കെ നിങ്ങളെ അനുസരിച്ച് നോക്കുക കേട്ടോ. അപ്പോൾ ഉപ്പിട്ടുണ്ടെങ്കിൽ ഉള്ളി പെട്ടെന്ന് നമുക്ക് വലിയുള്ളി ഒന്ന് വഴന്ന് കിട്ടും. ഇനി അതിലേക്ക് ആഡ് ചെയ്യേണ്ടത് തേങ്ങയാണ്. അപ്പോൾ ഈ ഒരു കപ്പിന് ഒരു 3/4 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്, അതും അതിലേക്ക് ഇട്ട് കൊടുക്കാം. വീണ്ടും നല്ലോണം നമുക്ക് വഴറ്റിയെടുക്കാം. നല്ലോണം വഴറ്റിയെടുക്കാം. ഫ്ലെയിം കുറച്ചിട്ടാണ് കേട്ടോ ചെയ്യേണ്ടത്. അപ്പോൾ അത് ഏകദേശം എന്നതിന് ശേഷം നമ്മൾ നേരത്തെ എടുത്ത് മുളക് പൊടി ഇട്ട് കൊടുത്തു. 1.5 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുത്തു. ഇനി നമുക്ക് ആ പുളി കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്നുകൂടി നല്ലോണം ഒരു 4-5 സെക്കൻഡ് ഒന്നുകൂടി നല്ലോണം നമുക്ക് വഴറ്റിയെടുക്കാം. എന്നിട്ട് പിന്നെ ചൂടാറിന് ശേഷം നമുക്ക് മിക്സിയിലിട്ട് അരക്കാൻ പാടുള്ളൂ കേട്ടോ. നല്ലോണം ജസ്റ്റ്. അപ്പോൾ അത് ഏകദേശം വഴന്നിട്ട് ഇത്ര മതിയിട്ട് അധികം മൂക്കുകയോ ചെയ്യരുത്. ഇനി നമ്മളിത് ചൂടാറാൻ വേണ്ടിയിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ അത് നല്ലോണം ചൂടാറിയ ശേഷം ഞാൻ അതാ മിക്സിൻ്റെ ചെറിയ ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഇതൊരു 1/4 ഗ്ലാസ് വെള്ളം ഒഴിച്ചെടുക്കുക കേട്ടോ. 1/4 ഗ്ലാസ് ഒഴിക്കാൻ പാടുള്ളൂ. ഒഴിച്ചതിന് ശേഷം നമുക്ക് നല്ലോണം അത് ഫൈനായിട്ട് അരിച്ചെടുക്കാം. ഇത്ര പണിയുള്ളൂ, സിമ്പിളാണ്. അപ്പോൾ ഇങ്ങനെ നമ്മൾ ചമ്മന്തി റെഡി ആയിട്ടുണ്ട്. ഈ രീതിയിലാട്ടോ നമുക്ക് വേണ്ടത്. അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കാത്തവരെന്തായാലും ഉണ്ടാക്കി നോക്കുക, അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ പ്ലീസ് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ വരുന്നതായിരിക്കും. ബൈ.